ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് എല്ലാ മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങൾ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് തരുന്നത് ബീഹാറിലെ രാഷ്ട്രീയ സംഭവഗതികളാണ്. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചു എന്നതല്ല, അതിനേക്കാൾ പ്രധാനമായിരിക്കുന്നത് BJPയുടെ പിന്തുണയോടെ അദ്ദേഹം വീണ്ടും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. അതായത് ആവിർഭാവഘട്ടത്തിൽ അങ്ങേയറ്റം കൊട്ടിഘോഷിക്കപ്പെട്ട, ഒരുപക്ഷെ ഇന്ത്യയിൽ BJP ഭരണത്തിൻ്റെ തേർവാഴ്ചയുണ്ടല്ലോ, അതിനെ എതിർക്കാൻ പോകുന്ന മഹാസഖ്യത്തിൻ്റെ ഒരു ആദിമ രൂപം എന്ന നിലയ്ക്കാണ് ബീഹാറിലെ സഖ്യത്തെ വിലയിരുത്തിയത്. അത് BJP, RJD, JDU, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ സഖ്യമായിരുന്നു. വിശാല സഖ്യത്തിലൂടെ മാത്രമേ ഫാസിസ്റ്റ് രീതികൾ പ്രകാശിപ്പിക്കുന്ന RSSൻ്റെ ചിന്താ പദ്ധതി പങ്കുവെക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ തോൽപ്പിക്കാനാകൂ എന്ന വീക്ഷണമാണ് ബീഹാറിൽ അരങ്ങേറിയത്, വിജയിക്കുകയും ചെയ്തത്. ആ വിജയം, അങ്ങേയറ്റം ആഘോഷിക്കപ്പെട്ട ആ വിജയം UPയിൽ തകർന്ന് തരിപ്പണമായി എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ബീഹാറിൽ തന്നെ അത് തകർന്നടിയുന്നുവോ എന്ന സന്ദേഹം ജനിപ്പിക്കുന്നത് കൊണ്ടാണ് പത്രങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് മലയാളം വ്യത്യാസമില്ലാതെ ഈ വാർത്ത ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇതേ സംബന്ധിച്ച വാർത്ത പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം രാജിവെച്ചത്. ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുഖ്യമന്ത്രിയായി. അപ്പോൾ പിന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ തവണ RJDയും ലാലു പ്രസാദും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇത്തവണ നിതീഷ് കുമാറിൻ്റെ പിന്നിൽ നിൽക്കാൻ പോകുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ BJP MLAമാരായിരിക്കും. വാർത്ത ഇങ്ങനെയാണ് മലയാള മനോരമ തരുന്നത്. BJP പിന്തുണയിൽ വീണ്ടും മുഖ്യമന്ത്രി, ചേരി മാറി നിതീഷ്, മഹാസഖ്യം തകർത്ത് രാജി, ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ. MS അനൂപ് അത് പാറ്റ്നയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും BJP ചേരിയിൽ. രാഷ്ട്രീയ ജനതാദളുമായി ഉടക്കി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാറിന് BJP പിന്തുണ പ്രഖ്യാപിച്ചു. ജനതാദൾ U, RJD, കോൺഗ്രസ് മഹാസഖ്യത്തിൽ നിന്ന് പുറത്തു വന്ന നിതീഷ് ഇന്ന് BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. BJPയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 23 മാസങ്ങൾക്ക് മുമ്പ് നിതീഷ് ജനാധിപത്യ ചേരിയിലേക്ക് വന്നത്. ഇപ്പോഴിതാ RJDയുടെ ലാലു പ്രസാദിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും BJPയുടെ പിന്തുണയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന നാടകീയതയും ഇതിന് പിന്നിലുണ്ട്. ഇതേ സംബന്ധിച്ച് നിതീഷ് കുമാർ പറയുന്നത് 360 ഡിഗ്രി അതിന് പറയുന്ന കാര്യം, ബീഹാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് രാജി, അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല, RJDയുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടി, ഭിന്നതകൾ ഭരണത്തെ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടു. നിതീഷ് കുമാറിൻ്റെ പുതിയ നിലപാടിനോട് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിവചിച്ചു ഒരു ട്വിറ്ററിലൂടെ. അതിങ്ങനെ: നിതീഷ് കുമാർ അഴിമതിക്കെതിരായ പോരാട്ടത്തിനൊപ്പം അണിനിരന്നതിന് അഭിനന്ദനങ്ങൾ. ഈ സത്യസന്ധതയെ 125 കോടി ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപഹാസ്യമാണ് ആ പ്രസ്താവന. പ്രത്യേകിച്ച് കേരളത്തിലെ BJP ബിരുദന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോഴും അത് പറയാൻ കഴിയുന്നു. BJPക്കാർക്ക് ബിരുദ അഴിമതി മൂടിവെക്കുന്നതിലാണ്. എല്ലാവരും ചേർന്ന് സമവായത്തിലൂടെ അഴിമതി നടത്തിയാൽ പിന്നെ മാധ്യമങ്ങൾക്ക് അത് ലഭിക്കുകയില്ലല്ലോ. അതാണ് നരേന്ദ്രമോദിയുടെ വലിയൊരു പ്രതിരോധം. കേരളത്തിലാകട്ടെ കുറേ കൂടി ജനാധിപത്യപരമായി ചിന്തിക്കുന്നവരായിരിക്കാം കേരളത്തിലെ ഈ BJPക്കാർ. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഗ്രൂപ്പ് ശക്തമായി. ആ ഗ്രൂപ്പ് ശക്തിയുടെ പശ്ചാത്തലത്തിൽ അഴിമതി കഥകളൊന്നൊന്നായി പുറത്തേക്ക് വരികയും ചെയ്തു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ പ്രധാനമന്ത്രിയാണ് അഴിമതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് രംഗത്ത് വന്ന നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചത്. ഇത് വലിയൊരു നാടകമാണ്, ഒരു വലിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ നാടകമാണ്. കാരണം
ലാലു പ്രസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ അഴിമതി ആരോടും നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഴിമതി കുടുംബമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ. അത് നമുക്ക് കാലിത്തീറ്റ കുംഭകോണം മുതൽ അറിയാവുന്ന കാര്യമാണ്. ആ കുടുംബത്തിൽപ്പെട്ട തെളിയിക്കപ്പെടാത്ത തേജസ്വി യാദവാണ് ഉപമുഖ്യമന്ത്രി. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ ആഭിമുഖ്യത്തിലുള്ള ശക്തികൾ. അങ്ങനെ റെയ്ഡ് ചെയ്യുകയും അദ്ദേഹം കുറ്റവാളിയാണ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തപ്പോൾ കുറ്റവാളിയായി പരിഗണിക്കപ്പെടുന്ന സന്ദേഹത്തിൽ നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമാണ്, ആ രാജി 4 ദിവസം അതിന് നൽകി. മൊത്തത്തിൽ ഒരാഴ്ച അദ്ദേഹം കാത്തിരുന്നു. ലാലു പ്രസാദ് അങ്ങനെയാണ്, രാജിയൊന്നും വെക്കാനാകില്ല. കാരണം രാജിവെച്ചാൽ പിന്നെ ഡിഫൻസ് ഉണ്ട് എന്ന് കരുതുന്നയാളല്ല ലാലു പ്രസാദ്. അതുകൊണ്ട് തന്നെ രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സർക്കാർ അതിൻ്റെ സ്വാഭാവിക ഗതിയിലേക്ക് അന്ത്യപാദത്തിലേക്ക് നീങ്ങുകയാണ് എന്ന കാര്യം ഉറപ്പിക്കപ്പെട്ടിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് നരേന്ദ്രമോദി ആ സാഹചര്യം മുതലെടുത്തു എന്നതാണ്. നരേന്ദ്രമോദിയുടെ BJPയുടെ പിന്തുണ നേടി നിതീഷ് കുമാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ അത് ഒരു വൈപരീത്യത്തിലേക്ക് നയിക്കും. പക്ഷേ നിതീഷ് കുമാറിനെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, RSSനോട് വിധേയപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മരണമാണ് എന്ന് പ്രഖ്യാപിച്ചയാളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് ഈ പിന്തുണ RSSൻ്റെതടക്കമുള്ള BJP പിന്തുണ, ആ പിന്തുണ അദ്ദേഹം പുറത്തു നിന്നുള്ള പിന്തുണയായി പരിഗണിക്കുമോ അതോ മന്ത്രിസഭയിൽ ചേർത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ മാതിരി ഭരിക്കാൻ തുടങ്ങുമോ? അതൊക്കെയാണ് ഈ തെളിയിക്കപ്പെടേണ്ടത്. ഏതായാലും തള്ളിക്കളയാവുന്ന ഒരു നേതാവല്ല. സ്വന്തം പ്രതിച്ഛായയെ മുൻനിർത്തി അഴിമതി വിരുദ്ധത നിലനിർത്തുന്ന നിതീഷ് കുമാർ ഫാസിസ്റ്റ് എന്ന ശക്തി, RSSൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഫാസിസ്റ്റ് രീതി കേന്ദ്രാധികാരത്തിൽ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖം അതിൻ്റെ നേർപകർപ്പാണ് എന്ന് അന്തർദേശീയ നിലവാരത്തിൽ തന്നെ ജനാധിപത്യവാദികൾ പറയുന്ന സമയത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സമരം അഴിമതിക്കാരെ കൊണ്ട് നടത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. കുടുംബവാഴ്ചക്കാരെ കൊണ്ട് അത് നടത്താൻ കഴിയില്ല. കോൺഗ്രസിന് പറ്റിയ അതാണ്. ആ അവസ്ഥയിൽ നിതീഷ് കുമാറിന് ഇപ്പോഴും അഴിമതി വിരുദ്ധ സമരം നടത്താനും ഫാസിസ്റ്റ് വിരുദ്ധ സമരം നടത്താനുമുള്ള യൗവനം നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു നേതാവല്ല അദ്ദേഹം. ഒരുപക്ഷെ ഏത് നിലയ്ക്ക് അധികാരം നിലനിർത്തിയാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണ്. ഗോപാൽ കൃഷ്ണ ഗാന്ധിയും വെങ്കയ്യ നായിഡുവും തമ്മിൽ മത്സരിക്കുമ്പോൾ എവിടെയായിരിക്കും നിതീഷ് കുമാർ നിൽക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റാണ് ഗോപാൽ കൃഷ്ണ ഗാന്ധി എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ആ നിലയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഒരളവോളം കെട്ടടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉയരുകയാണ്. പാറ്റ്നയിൽ നിന്ന് അല്ലെങ്കിൽ ബീഹാറിൽ നിന്ന്, നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൽ നിന്ന്. അതുകൊണ്ട് അടഞ്ഞ അധ്യായമല്ല നിതീഷ് കുമാർ. വീണ്ടും എന്തു മാജിക്കാണ് BJPയുമായി ചേർന്ന് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നെഹ്റു കുടുംബത്തിലെ ആളുകൾ നിലനിൽക്കുവോളം നരേന്ദ്രമോദിക്കെതിരായി ഒരു ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയില്ല തന്നെ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഡിമോണിറ്റൈസേഷൻ, പണം റദ്ദാക്കൽ, ആ സമീപനത്തിനെതിരെ പാർലമെൻറ്റിന് പുറത്ത് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നേനെ. അങ്ങനെ വന്നിരുന്നു എങ്കിൽ UPയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വരില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ തെളിയിക്കപ്പെട്ട അഴിമതിക്കാരുടെ കുടുംബ പാരമ്പര്യവുമായി ബന്ധിപ്പിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ സമരം ഇന്ത്യയിൽ നടക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിതീഷ് കുമാറിൻ്റെ പരീക്ഷണങ്ങൾ അങ്ങനെ എഴുതിത്തള്ളാറായി എന്ന് വിചാരിക്കാൻ കഴിയില്ല. അത് തന്നെയാണിത് എന്ന് പറയാൻ വരട്ടെ. ഒരു അളവ് കൂടി നമുക്ക് ഈ മനുഷ്യനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം BJPയോട് കലഹം ചെയ്താൽ വീണ്ടും അദ്ദേഹം വിപ്ലവകാരിയായി എന്ന് പറയുന്ന അപഹാസ്യതയെങ്കിലും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്.
പറഞ്ഞു തീർന്ന ഒരു കഥയായി നിതീഷ് കുമാറിനെ ഇപ്പോഴും കാണാനാവില്ല. കാരണം ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, അഴിമതി വിരുദ്ധ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നത് ബീഹാറിൽ ഇപ്പോഴും ഈ മനുഷ്യൻ തന്നെയാണ്. നിതീഷ് കുമാറിൻ്റെ ചിത്രവും മനോരമ 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഈ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട, പരമപ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന്. എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഓരോ പത്രങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ വാർത്തയ്ക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഭാവനാസമ്പന്നതയോടെയുള്ള ശീർഷകങ്ങൾ നൽകിയിട്ടുണ്ട്. മനോരമ ചേരി മാറി നിതീഷ് എന്ന് പറയുമ്പോൾ, മാതൃഭൂമി നിതീഷ് ഇന്നലെ രാജി, ഇന്ന് സത്യപ്രതിജ്ഞ എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുന്നു. ദേശാഭിമാനി പൂർണ്ണമായും വഞ്ചന കാട്ടിയിരിക്കുന്നു നിതീഷ് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ വഞ്ചന എന്ന ശീർഷകമാണ് കൊടുത്തിരിക്കുന്നത് വാർത്തയ്ക്ക്. മംഗളമാകട്ടെ, ലാലുവിനെ തള്ളി നിതീഷ് BJPയോടൊപ്പം. മാധ്യമം ഇപ്രകാരം ഒരു ശീർഷകം, സഖ്യം പുലർത്തി രാജി. ദീപിക പറയുന്നു, കാവി പുതച്ച് നിതീഷ്. കേരള കൗമുദി, മഹാസഖ്യം പൊളിച്ച് നിതീഷ്. വീക്ഷണം പറഞ്ഞത്, മലക്കം മറിഞ്ഞ് നിതീഷ്. ജന്മഭൂമി പറയുന്നു, നിതീഷ് രാജിവെച്ചു. ഹിന്ദു, ബീഹാർ മെഗാ അലയൻസ് കൊലാപ്സസ്. ഇന്ത്യൻ എക്സ്പ്രസ്, ഗാഥാ ബന്ധൻ ഗോൺ തുടങ്ങിയ നിലയ്ക്കാണ് ഇതേ സംബന്ധിച്ച വാർത്തകൾ തരുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവഗതികൾക്ക് സാക്ഷ്യം നിൽക്കാൻ പോകുന്നു ഇന്നും നാളെയുമൊക്കെ ബീഹാർ. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കോടതിക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഒരു പ്രത്യേക 9-അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ ആഭിമുഖ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ഭരണഘടനാ പരിരക്ഷയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. വ്യക്തികളുടെ ഈ സ്വകാര്യങ്ങൾ വ്യക്തിഗതമായി നിലനിർത്താൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനാപരമായ സ്വകാര്യങ്ങൾ ആധാർ കാർഡ് വഴി ധ്വംസിക്കപ്പെടുന്നുണ്ടോ? കൈ അടയാള വിരലടയാളങ്ങൾ, അതേമാതിരി തന്നെ കണ്ണിൻ്റെ പ്രത്യേകത, ഇതൊക്കെ തന്നെ വളരെ സ്വകാര്യവും സ്വകീയവുമായി നിൽക്കുന്ന ഘടകങ്ങളാണെങ്കിൽ അതൊക്കെ ആധാർ കാർഡിലുണ്ട്. ആധാർ കാർഡ് നമ്പർ വെച്ച് ഒന്ന് കൈയമർത്തിയാൽ ഒരാളുടെ ജാതകമടക്കം മുഴുവൻ ലഭിക്കുന്നു. ഇങ്ങനെ തുറന്നിരിക്കുന്ന ഈ അവസ്ഥ ശരിയാണോ? അതുകൊണ്ട് ആധാർ കാർഡ് നിർബന്ധമാക്കുന്നത് സത്യത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ? ഇതാണ് ഇന്ത്യയിലെ കോടതി വ്യവഹരിക്കുന്ന പ്രധാന പ്രശ്നം. അതേ സംബന്ധിച്ച് കേന്ദ്ര നിലപാട് ഇന്ന് പത്രങ്ങളിൽ വരുന്നു. കൗതുകകരമാണ് കേന്ദ്രത്തിൻ്റെ മലക്കം മറിയുന്ന നിലപാടുകൾ. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മാതൃഭൂമിയുടെ 1-ാം പുറം വാർത്ത കാണുക. സ്വകാര്യതയും മൗലികാവകാശവും, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ്? ഭരണഘടനയനുസരിച്ച് സ്വകാര്യതയും മൗലികാവകാശമായി പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അത് സ്വാഭാവിക അവകാശമാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ബോധിപ്പിച്ചു. മൗലികാവകാശം തന്നെയാണ്, പക്ഷേ അത് സ്വാഭാവികമാണ്. എന്താണ് ഉപാധി? ഇന്ത്യയിൽ ഇപ്പോഴും വളരെയധികം ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കഴിയുന്നത്. 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതാണ് അവസ്ഥ. ചൈനയിൽ സ്ഥിതി വ്യത്യസ്തവുമാണ്. അങ്ങനെ വരുമ്പം ആ അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഏതാനും വ്യക്തികളുടെ, സമ്പന്നരായ ഏതാനും വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങളായ ആളുകളുടെ സ്വകാര്യതയെ മുൻനിർത്തി ഈ നിലപാട്, ആധാർ കാർഡ് പോലുള്ള നിലപാടെടുക്കാൻ കഴിയില്ല. ഇതാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സ്വകാര്യത മൗലികാവകാശം തന്നെയാണ്, പക്ഷേ അത് ഉപാധികളുള്ള മൗലികാവകാശമാണ്. ആ ഉപാധികൾ സാധാരണക്കാരൻ്റെ വികാരങ്ങളുമായി പൊരുത്തപ്പെടണം എന്ന് ഇപ്പോൾ പറയുന്നു BJP. ഇതേ BJP തന്നെയാണ് സ്വകാര്യതയെ മുൻനിർത്തി ആധാർ കാർഡിനെ ഒഴിവാക്കാൻ സമരം ചെയ്തത് എന്നുകൂടി നാം ഓർക്കണം. ഇന്ന് പത്രലോകം വിശിഷ്ടമായ ഒരു നിര്യാണ വാർത്ത നമുക്ക് തരുന്നുണ്ട്. എല്ലാ പത്രങ്ങളും അത് 1-ാം പുറം വാർത്തയാക്കി തരുന്നു. KE മാമൻ അന്തരിച്ച വാർത്തയാണത്. ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഗാന്ധിസ്തിൻ്റെ കുപിത യൗവനം സൂക്ഷിക്കുന്ന വൃദ്ധനായ ഒരാൾ
അദ്ദേഹം തിരോഭവിക്കുമ്പോൾ ഗാന്ധിജിയെ നാം ആ തിരോഭാവത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. കെ ഇ മാമൻ അന്തരിച്ചു, ദേശാഭിമാനിയുടെ ഒന്നാം പുറം വാർത്തയാണത്, സചിത്ര വാർത്തയാണത്. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ ഇ മാമൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച പകൽ 11:15 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2013 ഡിസംബർ മുതൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി. ഇന്നലെയാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്ന് തൈക്കാട് ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ശവസംസ്കാരം നടക്കുകയും ചെയ്യും. എല്ലാ പത്രങ്ങളും കെ ഇ മാമനെ മുൻനിർത്തി, നമ്മുടെ അവശേഷിക്കുന്ന ഗാന്ധിയൻ പാരമ്പര്യത്തെ മുൻനിർത്തി ധാരാളം ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളുമൊക്കെ ഇന്ന് പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ദിലീപിൻ്റെ കേസിൻ്റെ വാർത്ത, തടവറ വാർത്ത, ഇതെല്ലാം അപ്രധാനമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കവേ ആ വാർത്തയ്ക്ക് പുതിയ ജീവൻ നൽകിക്കൊണ്ട് പുതിയ വാർത്തകൾ എത്തുന്നു. കാരണം അത് പ്രധാനപ്പെട്ട വാർത്തയല്ലാതായിത്തീരുന്നുണ്ട്. എങ്കിലും ആ സംഭവം അത്ര അപ്രധാനമായി മറക്കാൻ മലയാളികൾ തയ്യാറല്ല എന്ന നിലയ്ക്കാണ് വാർത്ത വരുന്നത്. വാർത്ത ഒന്നാം പേജിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ലീഡ് വാർത്തയിൽ നിന്ന് മാറുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, നടിയെ ആക്രമിച്ച കേസ് കോടതി നടപടികൾ എല്ലാം ഇനി രഹസ്യപൂർണമായിരിക്കും. അതിന് കാരണം തുറന്നു പറയാൻ കഴിയില്ല. തുറന്ന കോടതിയിലാവുമ്പോൾ ആ നടിയെ സംബന്ധിച്ച വ്യക്തിഗതമായ കാര്യങ്ങളുടെ പരാമർശം വരും. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഉചിതമായിരിക്കുകയില്ല. അതുകൊണ്ട് വിചാരണ രഹസ്യമായിരിക്കും. അത് ഒരുപക്ഷെ ഈ പ്രമുഖ നടൻ്റെ സ്വപ്നങ്ങൾക്ക് വലിയ വിഘാതമുണ്ടാക്കുന്ന കാര്യവുമായിരിക്കും. ഇന്ന് മംഗളം ഒന്നാം പുറം തരുന്ന വാർത്ത കാണുക. പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിച്ച കോടതി മാധ്യമപ്രവർത്തകരെയും കേസുമായി ബന്ധമില്ലാത്ത അഭിഭാഷകരെയും പുറത്തിറക്കിയതിന് ശേഷമാണ് ഇന്നലെ നടപടി തുടർന്നത്. ഗൂഢാലോചന കേസിൽ പ്രതിയായി ആലുവ സബ് ജയിലിൽ കഴിയുന്ന നടൻ ദിലീപ് ഉൾപ്പെടെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ഇനി പൊതുജനത്തിനോ മാധ്യമങ്ങൾക്കോ മറ്റ് അഭിഭാഷകർക്കോ കോടതി മുറിയിൽ പ്രവേശനം ഉണ്ടാവുകയില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് വായിക്കാവുന്നൊരു വാർത്ത ഇന്ന് കേരള കൗമുദിയിൽ വന്നിരിക്കുന്നു. കേരള കൗമുദിയുടെ ഒന്നാം പുറം ആ വാർത്ത തരുന്നത് കാണുക. കാവ്യ മാധവനെ ഇന്നലെ ചോദ്യം ചെയ്യുകയുണ്ടായി പോലീസ്. കാവ്യ മാധവൻ നൽകിയ മൊഴിയുണ്ടല്ലോ, ആ മൊഴി കളവാണത്രേ. കാര്യം കാവ്യ മാധവൻ ദിലീപ് ചെയ്ത അതേ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നു. പൾസർ സുനിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഏത് പൾസർ സുനി, എന്ത് പൾസർ സുനി അറിയുകയില്ല. എന്നാൽ അത് ശരിയല്ല എന്ന നിലപാടിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ ഒരൊറ്റ ഉത്തരമാണ് ഇപ്പോൾ ദിലീപിനെ സബ് ജയിലിൽ എത്തിച്ചത്. തൊട്ടുപുറകെ ഭാര്യയും അവിടെ എത്തുമോ കാണുക. അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ, മൊഴിയിൽ കളവ്, കാവ്യ എന്തോ ഒളിക്കുന്നു. അമ്മ ശ്യാമളയിൽ നിന്ന് മൊഴിയെടുത്തു. കേരള കൗമുദിയാണ് വാർത്ത തരുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ കാവ്യ മാധവൻ്റെ മറുപടികളിൽ പലതും കളവാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും അവരെ ചോദ്യം ചെയ്യും. ജന്മഭൂമി എന്ന പത്രം അതിൻ്റെ ഒന്നാം പേജിൽ പറയുന്നത് കാവ്യ മാധവനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങോട്ടേക്കാണ് ചോദ്യം ചെയ്യൽ നീങ്ങുന്നത് എന്നാണ്. കാത്തിരിക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ ഒരുപക്ഷെ ജയിലിലേക്ക്, തടവറയിലേക്ക് എത്തുന്ന ആദ്യ സിനിമ താരദമ്പതികൾ ഇവരാണ് എന്ന റെക്കോർഡ് അവർ സ്ഥാപിക്കുകയും ചെയ്യും. കേരള കൗമുദിയുടെ ഒന്നാം പുറം അപഹാസ്യം എന്ന് തോന്നാവുന്നൊരു വാർത്ത തരുന്നു കാണുക. 2000 നോട്ട് പിൻവലിക്കാൻ പോകുന്നു. നോട്ട് പിൻവലിച്ച് കളിക്കുക എന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒരു മൃഗയാ വിനോദമാണ് എന്ന് തോന്നും. ശരിക്കും പറഞ്ഞാൽ മണ്ടൻ്റെ ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് നവംബറിൽ അദ്ദേഹം പ്രഖ്യാപിച്ച തീരുമാനത്തെ അത് സംബന്ധിച്ച് വിവരമുള്ളവർ കണക്കാക്കിയത്. അതിനോടനുബന്ധിച്ച് അസംഖ്യം അപായങ്ങളിലൂടെയാണ് ഇന്ത്യൻ സമ്പദ്ഘടന കടന്നുപോയത് എന്ന് നമുക്കറിയാം. ഇപ്പോഴും അതിൻ്റെ മുറിവുകളിൽ നിന്ന്
ആ സമ്പദ്ഘടന രക്ഷപ്പെട്ടിട്ടുമില്ല. ആ സമയത്ത് കൂനിന്മേൽ കുരു പോലെ 2000-ൻ്റെ നോട്ട് പിൻവലിക്കുന്നു. ഒപ്പം തന്നെ 200-ൻ്റെ നോട്ട് വരാനും പോകുന്നു. പുതിയ മണ്ടൻ തീരുമാനങ്ങളുടെ അനുസ്യൂതിയാണ്. കേരളകൗമുദി ആ വാർത്ത ഒന്നാം പുറത്ത് തരുന്നു. നമുക്ക് ആ വാർത്തയുടെ കൗതുകകരമായ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 2000 രൂപയുടെ നോട്ടിൻ്റെ പ്രചാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറഞ്ഞു വരികയാണ് എന്ന് കണ്ടെത്തുന്നു കേന്ദ്ര സർക്കാർ. കള്ളപ്പണമായി സൂക്ഷിക്കാൻ 2000-ൻ്റെ നോട്ടാണ് സൗകര്യപ്രദമെന്നതിനാൽ ആ രീതി പലരും അവലംബിച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. റിസർവ് ബാങ്കിൽ നിന്നുള്ള 2000 രൂപ നോട്ടിൻ്റെ വിതരണവും വളരെ കുറഞ്ഞു. കള്ളപ്പണം എന്ന നിലയ്ക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന പണം കൊണ്ടായിരിക്കണം. ഇവിടെ BJPയുടെ പ്രാദേശിക നേതാവ് 2000-ൻ്റെ കള്ളനോട്ട് അടിച്ചത്. ഏതായാലും അത് പിൻവലിക്കപ്പെടാൻ പോകുന്നു. 200-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ആവശ്യത്തിന് പ്രചാരത്തിലുണ്ടെങ്കിൽ 2000-ൻ്റെ നോട്ട് പിൻവലിച്ചാലും അത് സാധാരണക്കാരെ വലുതായി ബാധിക്കില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും. വാസ്തവത്തിൽ ഒരു പഞ്ചായത്ത് അംഗത്തിന് കണ്ടെത്താൻ കഴിയുന്ന സാമാന്യ യുക്തിയാണ് ഈ ബിരുദന്മാർക്ക് ഇപ്പോഴും എത്താത്തത് എന്നാണ് ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് തോന്നിപ്പോവുക. പീഡനക്കേസിൽ പ്രതിയായ വിൻസെൻ്റ് MLA, അദ്ദേഹത്തിന് ജാമ്യമില്ല. വാർത്ത ദീപിക ഒന്നാംപുറം. സ്ത്രീ പീഡനക്കേസിൽ ആരോപണ വിധേയനായ വിൻസെൻ്റ് MLAയുടെ ജാമ്യ ഹർജി നെയ്യാറ്റിൻകര കോടതി തള്ളി. ബാലരാമപുരത്ത് കല്ലേറും ലാത്തിചാർജുമൊക്കെ ഇതുമായി ബന്ധിപ്പിച്ച് ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. അതൊക്കെയാണ് വാർത്തയായി ലഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിൻ്റെ കന്നി പ്രസംഗം, ആ കന്നി പ്രസംഗത്തെ മുൻനിർത്തി വലിയ ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. ആ കന്നി പ്രസംഗത്തിൽ ഒരു പോരായ്മ നെഹ്റുവിനെ കുറിച്ചുള്ള പരാമർശമില്ല. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്ന് എല്ലാവരും തലകുലുക്കി അംഗീകരിക്കുന്ന, ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രം ബക്രാനങ്കൽ പോലെയുള്ള പദ്ധതികളാണ്, ഡാമുകളാണ് എന്ന് പറഞ്ഞ നെഹ്റുവിനെ കുറിച്ചൊരു പരാമർശവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലില്ലായിരുന്നു. അതൊരു പോരായ്മ. രണ്ടാമതോ അപകടകരമായ മറ്റൊരു പോരായ്മ വന്നത് ഗാന്ധിജിയെ ദീനദയാൽ ഉപാധ്യായയുമായി സമീകരിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ വലിയ പ്രതിഷേധം വരുന്നു. വാർത്ത മാധ്യമമെന്ന പത്രം തരുന്നത് കാണുക. കന്നിപ്രസംഗ വിവാദത്തിൽ പ്രതിപക്ഷം രാഷ്ട്രപതിക്കെതിരെ. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നടത്തിയ കന്നിപ്രസംഗം വിവാദമായി. നോക്കൂ, നെഹ്റുവിനെ പരാമർശിച്ചതേയില്ല. നമുക്കറിയാം, നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹവും നമ്മുടെ നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയാണ്. നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് മാതിരി അങ്ങനെ സമീകരിക്കാനാവുകയുള്ളൂ. കാര്യം വീക്ഷണ വൈജാത്യമാണത്. രണ്ടാമത് നോക്കുക, ഗാന്ധിജിയെ ദീനദയാൽ ഉപാധ്യായയുമായി ഒരുപോലെയാണ് സമീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിജി മഹാനാവുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ്, അതിൻ്റെ രചയിതാവ് എന്ന നിലയ്ക്കൊക്കെയാണ്. ലോകം ഇപ്പോൾ നമ്രശിരസ്കമായി ആദരിക്കുന്ന പുതിയൊരു സമരമുറ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭാവനാസമ്പന്നനായ നേതാവ്. ഈ നിലയ്ക്കൊക്കെ ആദരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം എന്നാൽ എന്ത് എന്നറിഞ്ഞുകൂടാത്ത ദീനദയാൽ ഉപാധ്യായയുമായി അദ്ദേഹത്തെ സമീകരിക്കുക തുടങ്ങിയ അപായകരമായ വിഡ്ഢിത്തങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. സെൻകുമാർ കുടുങ്ങും. വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നു. സെൻകുമാറിനെതിരെ നടപടിക്ക് സാധ്യത. അദ്ദേഹം വെറുതെ ഒരു ടെലിഫോൺ കോളിന് മറുപടി പറഞ്ഞതാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കാനൊന്നും വലിയ പോലീസ് ഓഫീസറായ സെൻകുമാറിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വികട സരസ്വതയിൽ അദ്ദേഹം തന്നെ കുടുങ്ങിപ്പോയി. കാണുക, കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് മുൻ പോലീസ് മേധാവി TP സെൻകുമാറിനെതിരെ പ്രോസിക്യൂഷൻ നടപടി വന്നേക്കും. ഇത് സംബന്ധിച്ച് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നിയമോപദേശം നൽകി. സെൻകുമാറിനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാമെന്ന നിയമോപദേശം ലഭിച്ചു. ഫയൽ പരിശോധിച്ച് വരുന്നതേയുള്ളൂ. തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കും. ലോക്നാഥ് ബെഹ്റ പുതിയ DGP അതേ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാണ് വാർത്ത. ഇന്നത്തെ മുഖലേഖനങ്ങൾ.
ഇന്ന് ജന്മഭൂമി എന്ന പത്രത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ലേഖനമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആര് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. BJPയുടെ MP, അതുപോലെ വ്യവസായിയാണ്, അതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് എന്ന ന്യൂസ് ചാനലിൻ്റെ ഉടമയുമാണ്. എല്ലാവർക്കും അറിയുന്നയാൾ. അദ്ദേഹം പാർലമെൻറ്റിൽ നടന്ന ഒരു പ്രസംഗം, യെച്ചൂരിയുടെ പ്രസംഗത്തിൽ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം. ഒരുപക്ഷെ പ്രസംഗം തന്നെയായിരിക്കാം തയ്യാറാക്കി തന്നിരിക്കുന്നത് ജന്മഭൂമി. അദ്ദേഹം പറയുന്നത് പശുവിൻ്റെ മുൻനിർത്തി ആൾക്കൂട്ട ഹിംസ നടക്കുന്നുണ്ട്. ആ ഹിംസയെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷം കപട ഇടതുപക്ഷമാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 പ്രകാരം ഒഴിവാക്കപ്പെട്ട ഏതാനും സംസ്ഥാനങ്ങൾ ഒഴികെ രാജ്യത്തെങ്ങും ഗോഹത്യ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ഇവിടെ വസ്തുനിഷ്ഠമായി ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, പാർസി സമുദായങ്ങൾക്ക് തുല്യമായി ഹിന്ദു സമുദായത്തിനും അവരുടെ മതവികാരം സംരക്ഷിക്കപ്പെടണം. കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ തെരുവുകളിൽ പശുവിനെ കശാപ്പ് ചെയ്യുകയും ബീഫ് മേളകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു MP ആണിത് പറയുന്നത്. മലയാളം ചാനലുള്ള MP ആണ്, മലയാളം അറിയുന്നയാളാണ്. അദ്ദേഹത്തിന് ആ ചാനലുകാരോടും ചോദിക്കാമായിരുന്നുവല്ലോ. പശുക്കളെ ഇങ്ങനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ തെരുവുകളിൽ, അങ്ങ് അടിക്കുകയാണ്. നോക്കൂ, കേരളത്തിൽ ഒരിടത്ത് കണ്ണൂരിൽ പശുവിനെ കശാപ്പ് ചെയ്തു. അതിനെതിരെ കോൺഗ്രസ്സുകാരനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഇതൊന്നും അദ്ദേഹത്തിന് കാണേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ തെരുവുകളിൽ പശുക്കളെ കശാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നുണ തന്നെയാണ് പറയുന്നത്. നരേന്ദ്രമോദി നുണ പറയാൻ പഠിച്ചത് ഒരുപക്ഷെ ഈ മനുഷ്യനിൽ നിന്നായിരിക്കും എന്ന് തോന്നും. എന്നാൽ കേരളവും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കുകയാണ്. രണ്ട് ഹിംസകളാണ് നിൽക്കുന്നത്. രണ്ടും ഒരുപോലെ കാണണം. ഇത്തരത്തിൽ പോലീസിനെ സർക്കാർ തന്നെ കേരളത്തിൽ ദുർബലമാക്കിയിരിക്കുന്നു. പോലീസിനെ ദുർബലമാക്കിയതിന് ഒരു ഉദാഹരണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, കാണുക. നടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കുന്നതിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. നടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി. ഏത് പട്ടാപ്പകലാണ് നടിയെ തട്ടിക്കൊണ്ടുപോയത്? വാർത്ത പോലും അറിയില്ല ഈ മനുഷ്യന്. രാത്രിയിലാണ് സംഭവിച്ചത്. ഒന്ന്. മറ്റൊന്ന്, അത് കേരള പോലീസിൻ്റെ പരാജയമായി വരുത്തുന്നു. ഈ നിലയ്ക്ക് വിവരമില്ലായ്മ, അവിവേകങ്ങൾ കുത്തി നിറച്ച ഒരു പൊട്ട ലേഖനം ഇന്ന് ജന്മഭൂമിയിൽ. ഇനി ഇന്നത്തെ ചിത്രം. KE മാമൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഇന്നാണ്. ഈ ചിത്രം കാണുക. ഇന്നലെ തിരുവനന്തപുരം കുന്നുകുഴിയിൽ മാമൻ്റെ വസതിയിലെത്തി ഹോളി ഏഞ്ചൽസിലെ കുട്ടികൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ചിത്രം സിറ്റി കൗമുദി ഇന്ന് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.